ചക്ക അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നതാണ് കേട്ടോ. പലരും ചക്കവറ്റൽ ചോദിക്കുന്നുണ്ട്. അതിന് പല വീടുകളിൽ നിന്നും ചക്ക എടുത്ത് കുറേശ്ശെ എടുത്ത് ഫ്രൈ ചെയ്ത് നോക്കും, സക്സസ് ആയില്ല. അതുകൊണ്ട് അതെല്ലാം കൂടെ അരിഞ്ഞ് ഫ്രീസറിൽ വെച്ചിരുന്നു. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, കാക്രയെന്ന് പറയും. ഗോതമ്പ് പൊടിയും ബേസിനും ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് മേത്തി ഇലയാണ് അത് ഇട്ടിരിക്കുന്നത്. അത് പലർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്ത് ചായയും കൂടി അതാണ്. അപ്പോൾ ചക്ക കുറേ ഇങ്ങനെ അരിഞ്ഞ് പല കവറുകളിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ആവശ്യമുള്ളതെടുത്ത് വേവിച്ചാൽ മതിയല്ലോ. ചക്കവറ്റൽ നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല ചക്ക കിട്ടുന്നില്ലെന്നേ, അതാണ് മെയിൻ പ്രശ്നം. കുറേ എടുത്ത് ട്രൈ ചെയ്ത് നോക്കി, തണുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങ് പെട്ടെന്ന് തണുത്ത് പോകുന്നു. പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി. അതൊക്കെ പോട്ടെ. സെഫിൻ്റെ വെക്കേഷൻ ഇപ്രാവശ്യം അവൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ജോസാൻ്റെ കൂടെ നിന്ന് ഒരുമാതിരി വയറിങ് എല്ലാം പഠിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആ ചക്കയൊക്കെ വെട്ടിപ്പറക്കുന്ന മുറ്റത്തെ അവിടെ ഇരുന്ന് നല്ല ചൂടാണ്, ഒരു ഫാൻ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നെന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കേണ്ട താമസം ജോസാൻ്റെ അടുത്ത് പറഞ്ഞ് ജോസാൻ പറഞ്ഞു കൊടുക്കും. ബാക്കിയെല്ലാം അവൻ തന്നെയാണ് ചെയ്യുന്നത്. ഇലക്ട്രീഷ്യൻ എന്ന് തന്നെ അവനെ വിളിക്കാം ഇപ്പം. എന്തായാലും ചക്ക വേവിച്ച് മുറ്റത്തിരുന്ന് ആസ്വദിച്ചൊക്കെ ഒന്ന് കഴിക്കുവാണ് കേട്ടോ. പൂച്ച അടുത്തിരിപ്പുണ്ട്, പക്ഷേ അതിന് ചക്ക ഇഷ്ടമല്ലല്ലോ. കഴിച്ചു കഴിഞ്ഞ ഉടനെ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല. ചമ്മന്തിപ്പൊടിയുടെ പരിപാടി ഉണ്ടായിരുന്നു. ഒരു 10 കിലോ തേങ്ങ റെഡിയാക്കണമായിരുന്നു. അത് റെഡിയാക്കി വൈകിട്ട് തന്നെ. ഇപ്പം മഴയായതുകൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വൈകിട്ട് രാത്രിയാവാൻ നിൽക്കത്തില്ല, അതിന് മുമ്പ് തന്നെ അതിൻ്റെ പരിപാടികൾ തുടങ്ങും. അപ്പോൾ അത് വറുത്ത് ഫാനിൻ്റെ കീഴിൽ വെച്ചിട്ടാണ് ഇന്ന് തന്നെ എനിക്ക് പൊടിക്കുകയും വേണം. അതിനുശേഷം പാക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തിൻ്റെ വെളുത്തുള്ളി അച്ചാർ ഒരു ഇച്ചിരി ഗ്രേവി കൂടിപ്പോയി. സാധാരണ ഗ്രേവി ആയിട്ട് എടുക്കുന്നവർക്ക് ഇത് ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അച്ചാറുകൾക്കൊന്നും ഗ്രേവി ഇല്ലല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഒരിത്തിരി ഗ്രേവി കൂടിയെന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. അപ്പോൾ ഈ അച്ചാറുകളെല്ലാം മാങ്ങ, വെളുത്തുള്ളി, നെല്ലിക്ക ഇതെല്ലാം പാക്ക് ചെയ്യാനുള്ളതാണ്. പ്രാവശ്യം മിക്സ് റെഡിയാക്കിയിട്ട് ഫാനിൻ്റെ കീഴിൽ വെച്ച് തണുപ്പിച്ച് ഇപ്പം തന്നെ എനിക്ക് പൊടിക്കണമായിരുന്നു. ഓൾറെഡി ഒരു പാർട്ടി സാധനം എടുക്കാൻ വരുന്നുണ്ടായിരുന്നു. നാളെ അവർക്ക് ഇൻ്റർനാഷണൽ കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് കുറേ അച്ചാറുകളും കാര്യങ്ങളും ഒക്കെ വേണമായിരുന്നു. അതെടുത്ത് കൊടുത്തു. അങ്ങനെ ഇച്ചിരി സമയം പോയി. അതിനുശേഷം ബാക്കി ചമ്മന്തിയൊക്കെ പൊടിച്ച് റെഡിയാക്കി. ഇന്ന് ഓർഡർ വന്ന ആൾക്ക് ഫുൾ കൊടുക്കാൻ സാധനം തികയത്തില്ല. ഉള്ളത് കൊടുക്കാമെന്ന് വെച്ചു. ഒരു കൊറിയർ വലിയൊരു പാഴ്സലാണ്, അത്യാവശ്യം വലിയ പാഴ്സലാണിത്. അപ്പോൾ അത് ദിവസം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പോയെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നാളെ വന്നെടുക്കുന്നവരുടെ ഇനി ഒട്ടിക്കാനുണ്ട്, അതും ഈ കൂട്ടത്തിൽ നടക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കൊന്നൊരു 12-1 മണിയാവും ഇന്ന് കുളിക്കാൻ കയറുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ള എത്ര സമയമാവുമെന്ന്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എൻ്റെ ഒരു ദിവസം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ടൈം ടേബിളും പ്രകാരമുള്ള ഒരു ജീവിതമല്ല, ഓർഡറിൽ ഡിപ്പെൻഡാണ്.